ശ്രീരാമ ജപാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. നിലമ്പൂർ ടൗണിൽ നൂറ്റാണ്ടുകളുടെ വിശ്വസ്തയോടെ നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ. മുഴുവൻ സമയം ലേഡി ഡോക്ടറുടെ സേവനം. നട്ടെല്ല് രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ, സന്ധിവേദനകൾ, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം, ചികിത്സാ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റുകൾ, ഔഷധി, വൈദ്യരത്നം, ശാന്തിഗിരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മരുന്നുകൾ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. മുൻകൂർ ബുക്കിംഗിന് വിളിക്കുക 8590050510. നമസ്കാരം, ഞാൻ ശ്രീരാജ് നടുവത്ത്. NCVയുടെ ശ്രീരാമ ജപാമൃതം എന്ന ഈ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ അധ്യാത്മരാമായണത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള 3-ാമത്തെ കാണ്ഡമാണ് വായിക്കുന്നത്, ആരണ്യകാണ്ഡം. അറിവിലേക്ക് വേണ്ടി ഒരു ചെറിയ അറിവ് ആളുകൾക്ക് വേണ്ടി പകരുകയാണ്. രാമായണ മാസത്തിൽ നമ്മൾ അധ്യാത്മരാമായണത്തിലെ ബാലകാണ്ഡം, അതുപോലെ തന്നെ അയോധ്യാകാന്ഡം, തുടർന്ന് ആരണ്യകാന്ഡം, അതിനുശേഷം കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം എന്ന 6 അധ്യായങ്ങളാണ് വായിക്കാറുള്ളത്. അത് ശ്രീരാമൻ്റെ യാത്രയാണിത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആരണ്യകാന്ഡം. ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് എഴുതി മലയാളികൾക്ക് പകർന്നു തന്നിട്ടുള്ള നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ഇത് പല വൃത്തങ്ങളിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആരണ്യകാന്ഡം കേക എന്ന മനോഹരമായിട്ടുള്ള ഒരു മലയാള വൃത്തത്തിലാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഭഗവാന്റെ ശ്രീരാമദേവന്റെ ആരണ്യകാന്ഡം, അതായത് ആ കാട്ടിലൂടെയുള്ള യാത്രയിലെ പ്രധാന ഭാഗങ്ങളാണ് ഇന്നിവിടെ ചൊല്ലുന്നത്. ആരണ്യകാന്ഡം. ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ബാലികേ ശുകകുലമൗലിമാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനിരതനിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനിരജതലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപാരായണൻ പരമാത്മാവ് തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങളിലും വിശേഷിച്ചു സാരമായൊരു മുക്തിസാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ട് പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശുമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചലമകളോടരുൾ ചെയ്തിടിനാൻ ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. രാമനാം പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമൻ അദ്വയൻ ഏകൻ അവ്യയൻ അഭിരാമൻ
അത്രി താപസ പ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചു വാണീടിനാൻ ഒരു ദിനം. മഹാരണ്യത്തിലേക്കുള്ള പ്രവേശമാണ് ഭഗവാന്റെ. പ്രത്യുഷസ്യുദ്ധ്യായ തൻ നിത്യകർമ്മവും ചെയ്ത് നത്വാ താപസ മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ടരീകോത്ഭവേഷ്ടപുത്ര ഞങ്ങൾക്ക് മുനിമണ്ഡലമിതാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കണം. പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണം. അതിന്നിപ്പോൾ ഇങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ട് തിങ്ങിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളഹോ തവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുൻപിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനി താനുമൊട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളീഴണം, അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുമ്മിലമ്മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോടരുളി ചെയ്തു രാമൻ ഇന്നതി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാൻ. എന്തു ദണ്ഡം മന്നവ, നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുമുണ്ടുതാനും. ആകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിയിടാം എന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോട് നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ. ചെന്നുടൻ അത്രിപാദം വന്ദിച്ച് കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ. സീതാ സുമിത്രാത്മജന്മാരും അഥ ഘോരമായുള്ള മഹാകാനനമകം പുക്കാർ. ജില്ലി ജംഘാരനാദ മണ്ഡിതം സിംഹവ്യാഘ്ര ശല്യാദി മൃഗഗണ കീർണമാതപഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ, നന്നായി നാലുപുറവും നോക്കിക്കൊള്ളുക. ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാം പരിഷകൾ. വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം. നല്ലൊരു ശരം ഊരിപ്പിടിച്ചുകൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം, വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ. ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും, എന്നാലൊരു ഭീതിയുമുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം. പിന്നിട്ടാരുടൻ ഒരു യോജന വഴിയപ്പോൾ മുന്നിലമ്മാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. കൽഹാരോൽപല കുമുദാംബുജ രക്തോൽപല ഭുല്ല പുഷ്പേന്ദീവര ശോഭിതമച്ഛജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം. വിരാധൻ എന്ന അസുരന്റെ വധം. അന്നേരമാശു കാണായി വന്നിതു വരുന്നത് അത്യുന്നതനായ മഹാസത്വം
അത്യുഗ്രാരവം ഉദ്ധൃതവൃക്ഷം കരാളോജ്വലദംഷ്ട്രാന്വിത വക്ത്രഗഹ്വരം ഘോരകാരുണ്യനേത്രം വാമാംസസ്ഥലജ്ഞസ്ത്വ ശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂല സിംഹ മഹിഷ വരാഹാദി വാരണമൃഗ ഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളിത്തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചുകൊണ്ട് ഉച്ചത്തിലലറി വന്നിടിനാനതു നേരം ഉത്ഥാനം ചെയ്തു ചാപബാണങ്ങൾ കൊണ്ടഥ ലക്ഷ്മണൻ തന്നോടരുൾ ചെയ്തിതു രാമചന്ദ്രൻ. കണ്ടോ നീ, ഭയങ്കരനായൊരു നിശാചരനുണ്ട് നമ്മുടെ നേരെ വരുന്നു ലഘുതരം. സന്നാഹത്തോടു ബാണം തൊടുത്ത് നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാ നീ. വല്ലഭേ ബാലേ സീതേ പേടിയായി ഏതുമെടോ വല്ല ജാതിയും പരിപാലിച്ചു കൊള്ളുവാനല്ലോ എന്നരുൾ ചെയ്തു നിന്നാൻ ഏതുമിളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും. നിഷ്ഠുരതം തരം അവനെട്ടാശ പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്ത് ഇടിവട്ടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്ന് കനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ. കഷ്ടം ആഹന്ത കഷ്ടം, നിങ്ങളാരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നിതഭയം. ചാപതൂണീര ബാണവൽക്കല ജടങ്ങളും ധരിച്ച് മുനിവേഷം കൈക്കൊണ്ട് മനോഹരിയായൊരു നാരിയോടും ഉൾക്കരുത്തേറും അതിബലവാന്മാരല്ലോ നിങ്ങൾ. കിഞ്ചന ഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതെന്തു മൂലം ചൊൽവിൻ. രക്ഷോവാണികൾ കേട്ട് തൽക്ഷണം അരുൾ ചെയ്താൻ ഇക്ഷ്വാകുകുലനാഥൻ മന്ദഹാസാനന്തരം. രാമനെന്നെനിക്കു പേർ, എന്നുടെ പത്നി ഇവൾ വാമലോചന സീതാദേവി എന്നല്ലോ നാമം. ലക്ഷ്മണൻ എന്നു നാമം ഇവനും മൽസോദരൻ പുക്കിതുവനാന്തരം ജനകനിയോഗത്താൽ. രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗൽത്രയം രക്ഷിപ്പാനറിക നീ. ശ്രുത്വാ രാഘവവാക്യം അട്ടഹാസവും ചെയ്ത് വക്ത്രവും വിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ. ശക്തനാം വിരാധൻ എന്നെ നീ കേട്ടിട്ടില്ലേ? ഇത്രിലോകത്തിൽ എന്നെ അറിയാതെയുള്ളതെത്രയും മൂഢൻ ഭവാൻ എന്നിഹ ധരിച്ചേ ഞാൻ. മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഇപ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാർ. നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടുള്ളിൽ എങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞെങ്ങാനും ഓടിപ്പോയിവിൻ. അല്ലായെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങിടും വിശപ്പടക്കിടുവൻ ഭവാന്മാരാൽ. ഇത്തരം പറഞ്ഞവൻ മൈഥിലി തന്നെ നോക്കി സത്വരമടുത്തതു കണ്ടു രാഘവനപ്പോൾ. പത്രികൾ കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമം പ്രതി വക്ത്രവും പിളർന്നതിസത്വരം. നക്തഞ്ചരനടുത്ത നേരത്തും അസ്ത്രങ്ങൾ കൊണ്ടു ഖണ്ഡിച്ചീടിനാൻ പാദങ്ങളും. ബദ്ധരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ ഉത്തമാംഗവും മുറിച്ചീടിനാനേതുരാമൻ. രക്തവും പരന്നിതു ഭൂമിയിൽ ഇതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും. നൃത്തവും തുടങ്ങിനാർ അപ്സര സ്ത്രീകളെല്ലാം അത്യുച്ചം പ്രയോഗിച്ചു ദേവദുന്ദുഭികളും. അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപത്തെ കാണായി വന്നിതാകാശമാർഗേ. സ്വർണഭൂഷണം പൂണ്ട് സൂര്യസന്നിഭ കാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാംബരത്തോടും രാഘവം പ്രണതാർത്ഥിഹാരിണം ഘൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയകരം. ഇന്ദിരാരമണം ഇന്ദീവരദ്ദള ശ്യാമളമിന്ദ്രാരി വൃന്ദാരക വൃന്ദ വന്ദിതപദം. സുന്ദരം സുകുമാരം സുകൃതി ജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാം അഭിരാമം. വന്ദിച്ച് ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ.
ശ്രീരാമ രാമ രാമ. ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപതേ ധരാപതേ. ദുർവാസാവായ മുനി തന്നെ ശാപത്തിനാൽ ഗർവിതനായൊരു രാത്രിഞ്ചനായേനല്ലോ. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേനിന്നു നാഥ. സന്തതമിനിച്ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യാ. വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകണം, വാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകണം. ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകണം, നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകണം. ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം, ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ. നമസ്തേ രാമായാത്മാ രാമായ നമോ നമ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം. നമസ്തേ രാമായ ലോകാഭിരാമായ നമ. ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കേണം, ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ. നിൻമഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി അംബുജ വിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയേ കണ്ടുകിട്ടുകയില്ലെന്നെ, ഭക്തിയുണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയിന നാഗലോകവും ബുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷന് ദുഷ്കൃതമകന്ന് മോക്ഷത്തെയും പ്രാപിച്ചിടാം. ശ്രീരാമ ജപാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. നിലമ്പൂർ ടൗണിൽ നൂറ്റാണ്ടുകളുടെ വിശ്വസ്തയോടെ നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ. മുഴുവൻ സമയം ലേഡി ഡോക്ടറുടെ സേവനം, നട്ടെല്ല് രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ, സന്ധിവേദനകൾ, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം, ചികിത്സാ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റുകൾ, ഔഷധി, വൈദ്യരത്നം, ശാന്തിഗിരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മരുന്നുകൾ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. മുൻകൂർ ബുക്കിംഗിന് വിളിക്കുക 8590050510. ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. ശരഭംഗ മന്ദിരപ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകി താനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പുക്കാർ. സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ.
കന്ദപക്വാദികളാൽ ആതിഥ്യം ചെയ്തു ചിത്താനന്ദം ഉൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു. ഞാൻ അനേകം നാളുണ്ടു വാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലെ ആർജവ ബുദ്ധ്യ ചിരതപസാ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യമിതു ഞാൻ അവയെല്ലാം. മർത്യനായി പിറന്നോരു നിനക്കു തന്നീടിനേൻ അദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ട് മമ പുണ്യവും നിങ്കലാക്കിയെന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു. ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻപദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേൻ സന്തതം ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം ശ്രീരാമം ദുർവാദളശ്യാമളമ അംഭോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം സൗമിത്രീ സേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. കുണ്ഠഭാവം നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു. ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധനൻ. ആകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാൻ. പാകശാസനൻ പദാംഭോജവും വണങ്ങിനാൻ. മൈഥില്യ സൗമിത്രിണ താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ. മുനിമണ്ഡലങ്ങളുടെ ആഗമനം. വലിയ വിശിഷ്ടരായിട്ടുള്ള മുനിമാരെ കാണുകയാണ്. തദ്വാശ്രമ പ്രവേശവും. പലതരം മുനിമാരെ ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കാണുകയാണ് ആരണ്യകാണ്ഡത്തിൽ. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡദീധി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാൻ. രാമലക്ഷ്മണന്മാരും ജാനകിദേവിതാനും മാമുനിമാരെ വീണ് നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാഭോഗാനന്ദ വിവശന്മാരായി അരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമ തൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവർദ്ധിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായതു ഭുവി മാർത്താണ്ഡകുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങൾ അഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിയിടുവാനെന്ന് നൂനം നാനാതാപസകുല സേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോനീടണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനിപർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടും എല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു. രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥിക്കൂട്ടവും എല്ലാം അത്രൈവ മൂലമെന്തായതുണ്ടായതനഹോ. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം. രാമഭദ്ര നീ കേൾക്ക, മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ഇദ്ദേശം അസ്ഥിവ്യാപ്തമായി ചമഞ്ഞിതു നാഥ. ശ്രുത്വാ വൃത്താന്തമിത്തം കാരുണ്യപരവശ ചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു. നിഷ്ഠുരതരമായ ദുഷ്ടരാക്ഷസകുലം ഒട്ടൊഴിയാതെ കൊന്ന് നഷ്ടമാക്കിയിടുവൻ ഞാൻ. ഇഷ്ടാനുരൂപം തപോനിഷ്ഠയാ വസിക്ക സന്തുഷ്ട്യാ താപസകുലമിഷ്ടിയും ചെയ്തു നിത്യം. സത്യവിക്രമനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനനായ വനവാസികളാലായി. തത്രൈവ മുനിസത്രമാശ്രമങ്ങളിൽ പൃഥ്വീനന്ദനയോടും അനുജനോടും കൂടി സംസൽഗാനന്ദേന വസിച്ചു കഴിഞ്ഞിതു വത്സരം ത്രയോദശം. അക്കാലം കാണായി വന്നു. സുതീഷ്ണാശ്രമ പ്രവേശം.
വിഖ്യാതമായ സുതീഷ്ണാശ്രമം മനോഹരം, മുഖ്യ താപസ കുല ശിഷ്യ സഞ്ജയപൂർണം, സർവത്തു ഗുണഗണ സമ്പന്നം അനുപമം, സർവകാലാനന്ദനോദം അത്യയം അത്യത്ഭുതം, സർവവാദ പലഗുൽമ സകുലസ്ഥലം, സർവസൽപ പക്ഷി മൃഗ ഭുജംഗ നിഷേവിതം, രാഘവൻ അവരജൻ തന്നോടും സീതയോടും ആഗതനായിതെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ, കുംഭസംഭവനാകും അഗസ്ത്യ ശിഷ്യോത്തമൻ, സംപ്രീതൻ രാമമന്ത്രോപാസനാനിരതൻ മുനി, സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു, സംപൂജിച്ചരുളിനാൻ അർഘ്യപാദ്യാദികളാൽ, ഭക്തി പൂണ്ട് അശ്രുജലനേത്രനായി സകൽഗതം ഭക്തവത്സലനായ രാഘവനോടു ചൊന്നാൻ, നിന്തിരുവടിയുടെ നാമത്തെ തന്നെ സന്തതം ജപിപ്പു ഞാൻ മൽഗുരു നിയോഗത്താൽ, ബ്രഹ്മശങ്കര മുഖ്യവന്ദ്യമാം പാദമല്ലോ നിൻ മഹാമായാർണവം കടപ്പാനൊരു ബോധം, ആദ്യമന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ, വേദ്യമല്ലൊരു നാളുമാരാലും ഭവൽ തത്വം, ഭൃത്യനായിടണം ഞാൻ, തുൽപാദാംബുജം നിത്യമുൾക്കാമ്പിൽ വസിക്കണം, പുത്രഭാര്യ അർത്ഥനിലയാന്ധകൂപത്തിൽ വീണ് ബദ്ധനായി മുഴുകിയിടുമെന്നെ നിന്തിരുവടി, ഭക്തവാത്സല്യ കരുണ കടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടണമേ സത്വരം ദയാനിധേ, മൂത്ര മാംസാമധ്യേ ഇന്ദ്രപുൽഗല പിണ്ഡമാകും ഗാത്രമോർത്താൾ അതികശ്മലം, അതിങ്കലുള്ള അസ്തയാം മഹാമോഹപാശബന്ധവും ഛേദിച്ച് ആർത്തിനാശനാഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം, സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും, ത്വന്മന്ത്രജപതരന്മാരായ ജനങ്ങളെ ത്വന്മഹാമായ ദേവി ബന്ധിച്ചിടുകയില്ല, ത്വന്മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വന്മഹാമായ ദേവി ബന്ധിച്ചിടുന്നതും, സേവാനുരൂപ ഫലദാന തൽപരൻ ഭവാൻ ദേവപാദവങ്ങളെപ്പോലെ വിശ്വേശ പോറ്റി, വിശ്വസംഹാര സൃഷ്ടിസ്ഥിതികൾ ചെയ്യുവാൻ ആയി വിശ്വമോഹിനിയായ മായതൻ ഗുണങ്ങളാൽ രുദ്രപങ്കജ വിഷ്ണു രൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനാം, നാനാരൂപങ്ങളായി തോന്നുന്ന ലോകത്തിങ്കൽ ഭാനുമാൻ ജലം പ്രതി വെവ്വേറെ കാണും പോലെ, ഇങ്ങനെയുള്ള ഭഗവൽ സ്വരൂപത്തെ നിത്യം എങ്ങനെ അറിഞ്ഞുപാസിപ്പു ഞാൻ ദയാനിധേ, അദ്യൈവ ഭവച്ചരണാംബുജയുഗം മമ പ്രത്യക്ഷമായി വന്നിതു മൽതപോബലവശാൽ, ത്വന്മന്ത്ര ജപ വിശുദ്ധാത്മനാ പ്രസാദിക്കും നിർമ്മലനായ ഭവാൻ ചിന്മയൻ എന്നാകിലും, സന്മയമായി പരബ്രഹ്മമായ രൂപമായി ഗോചരമായൊരു ഭവൽ രൂപം, ത്വന്മായ വിഡംബനരചിതം മാനുഷ്യകം മന്മത കോടി കോടി സുഭഗം കമനീയം, പൂർണ്ണനേത്രം കാർമുഖബാണധരം സ്മേരസുന്ദരമുഖം അജിനാംബരധരം, സീതാസംയുതം സുമിത്രാത്മജ നിഷേവിത പാദപങ്കജം നീലനിരത കളേവരം, കോമളമതിശാന്തം അനന്തഗുണം അഭിരാത്മാ ആനന്ദ സമ്പൂർണാമൃതം പ്രത്യക്ഷമദ്യ മമ നേത്രഗോചരമായോ, ഇത്തിരി നേരമിനി നിത്യം ചിത്തേ വാഴുക വേണം, മുറ്റിയിടും ഭക്തിനാമമുച്ചരിക്കായിടണം, മറ്റൊരു വരം അപേക്ഷിക്കുന്നേനില്ല പോറ്റി, വന്ദിച്ചു കൂപ്പി സ്തുതിച്ചീടിന മുനിയോട് മന്ദഹാസവും പൂട്ടു രാഘവൻ അരുൾ ചെയ്തു, നിത്യവും ഉപാസനാശുദ്ധനായിരിപ്പോരു ചിത്തം ഞാനിത്രേ കാൺമാനായി വന്നു മുനേ, സന്തതമെന്നെ തന്നെ ശരണം പ്രാപിച്ചു മന്ത്രോപാസകന്മാരായി നിരപേക്ഷകന്മാരുമായി സന്തുഷ്ടന്മാരായുള്ള ഭക്തന്മാർക്കെന്നെ നിത്യം ചിന്തിച്ച വണ്ണം തന്നെ കാണായി വന്നിടുമല്ലോ, തുൽകൃതമേ തൽസ്തോത്രം മൽപ്രിയം പഠിച്ചിടും, സൽകൃതി പ്രവരനാമർത്യനു വിശേഷിച്ചും സൽഭക്തി ഭവിച്ചിടും, ബ്രഹ്മജ്ഞാനവും ഉണ്ടാം അല്പവും അതിനില്ല സംശയം നിരൂപിച്ചാൽ, താപസോത്തമ ഭവാൻ എന്നെ സേവിക്ക മൂലം പ്രാപിക്കുമല്ലോ മമ സായുജ്യം ദേഹനാശേ, ഉണ്ടൊരാഗ്രഹം തവാചാര്യനാം അഗസ്ത്യനെ കണ്ടു വന്ദിച്ചു കൊള്ളുവാൻ എന്തിനാവതിപ്പോൾ, തത്രൈവ കിഞ്ചിൽ കാലം വസ്തുമുണ്ടത്യാഗ്രഹം എത്രയും അടുത്തും അഗസ്യാശ്രമം മുനേ, ഇത്തം രാമോക്തി കേട്ട് ചൊല്ലിനാൻ സുതീഷ്ണനും
മസ്തതേ ഭദ്രമതു തോന്നിയതിന്നു ഞാൻ കാട്ടുവനല്ലോ വഴി. കൂടെ പോന്നീടടുത്ത നാൾ വാട്ടമെന്നിയേ വസിക്കേണമെന്നിവിടെ നാം. ഒട്ടുനാളുണ്ടു ഞാനും കണ്ടിട്ടൻ ഗുരുവിനെ പുഷ്ടമോദത്തോടെ പോകാമല്ലോ. ഇത്തമാനന്ദം പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉത്ഥാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്വാ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകി ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാഹ്നേ പോയി ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേ. ജവം വന്നു സൽക്കാരം ചെയ്താൻ അഗസ്ത്യ സഹജനും വന്യഭോജനവും ചെയ്തെല്ലാവരും അന്യോന്യ സല്ലാപവും ചെയ്തിരുന്നേനൊരു ശേഷം. അഗസ്ത്യന്റെ ദർശനമാണ്. ഏവർക്കും ശ്രീരാമദേവന്റെയും ലക്ഷ്മണദേവന്റെയും അതുപോലെ ലക്ഷ്മീദേവിയായിട്ടുള്ള സീതാദേവിയുടെയും അനുഗ്രഹം ഈ രാമമാസത്തിൽ ലഭിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിഹനം ഏതദ്ധ്യ രാമായണം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. पूर्वं राम तपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणम् बाली निग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चात् रावण कुम्भकर्णहननम् एतश्री रामायणम्. ശ്രീരാമ ജപാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. നിലമ്പൂർ ടൗണിൽ നൂറ്റാണ്ടുകളുടെ വിശ്വസ്തയോടെ നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ. മുഴുവൻ സമയം ലേഡി ഡോക്ടറുടെ സേവനം, നട്ടെല്ല് രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ, സന്ധിവേദനകൾ, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം, ചികിത്സാ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റുകൾ, ഔഷധി, വൈദ്യരത്നം, ശാന്തിഗിരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മരുന്നുകൾ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. മുൻകൂർ ബുക്കിംഗിന് വിളിക്കുക 8590050510. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ.